നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്താന്ന് വെച്ചാ കാര്യം പറഞ്ഞിട്ട് പോ പ്രതാപ. അതെ ചേച്ചി, എനിക്കൊരു സംശയം. ഈ ഗായത്രി മേഡത്തിന്റെ ആണ്ട് നടത്താൻ ചേച്ചി എന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നേ? ആ ആണ്ടുബലി കെങ്കേമമായിട്ട് നടത്താൻ ഞാൻ വെപ്രാളപ്പെടുന്നതിന് കാര്യമുണ്ട് പ്രതാപ. അതല്ലേ ഞാൻ ഈ ചോദിക്കുന്നേ, എന്താ കാര്യം? പ്രതാപ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. കഴിഞ്ഞ ആണ്ടിന്റെ അന്ന പാർവതി ഈ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചത്. അതെ, ആനന്ദപ്പോ കുഴപ്പം? അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പ്രതാപ, തോക്കെടുക്കുന്നതിന് മുമ്പ് നീ വെടി പൊട്ടിക്കരുത്. ഞാൻ പറയുന്നത് മുഴുവൻ നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. ശരി ചേച്ചി, പറ, ഞാൻ കേൾക്കാം. അന്നിവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? നമ്മള് വിശാലിന് വിഷം ചേർത്ത പാല് കൊടുക്കാൻ ശ്രമിച്ചതും അവള് കാലെടുത്തു വെച്ചതും ഒരുമിച്ചായിരുന്നു. പിന്നെ നിനക്ക് ഓർമ്മയുണ്ടോ ആ കാർ ആക്സിഡന്റിൽ നിന്നും പാർവതി അവനെ രക്ഷിച്ചത്? പിന്നെ കലാപം നടക്കും, ബോംബ് പൊട്ടോ എന്നൊക്കെ അവള് പറഞ്ഞിരുന്നു. അതും അങ്ങനെ തന്നെ സംഭവിച്ചു. നീ വിശാലിന്റെ തലയിൽ ഷാൻലിയർ ഇടാൻ നോക്കി. അതിൽ നിന്നും അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പോലീസ് കേസില് അവനെ കൊടുക്കാൻ നോക്കി. അവൾ അത് എങ്ങനെയോ മനസ്സിലാക്കി അതും പൊളിച്ചു. ഒടുവിലിപ്പോ അവന്റെ ബർത്ത്ഡേയുടെ അന്ന് അവനെ അഗ്നിക്കിരയാക്കാൻ നോക്കി. അതും നടക്കാതെ പോയി. ശരിയാണല്ലോ ചേച്ചി. അല്ല, ഇതൊക്കെ ഗണിച്ചറിയാൻ മാത്രം പാർവതിക്ക് ദിവ്യദൃഷ്ടിയുണ്ടോ? പ്രതാപ, അവൾ ഈ പറയുന്നത് പോലെ ഗായത്രിയുടെ ആത്മാവുമായിട്ട് സംസാരിക്കുന്നത് സത്യം തന്നെയാണോ എന്നറിയണം. നമ്മുടെ പ്ലാനുകളെല്ലാം ഗായത്രി ദേവിയുടെ ആത്മാവ് അവളെ അറിയിക്കുന്നുണ്ടോ എന്നറിയണം. എന്റെ ചേച്ചി, സംശയിക്കാനൊന്നുമില്ല. പാർവതിക്ക് ഗായത്രിയുടെ ആത്മാവുമായി ടൈപ്പുണ്ട്. അത് 100% ഉറപ്പിക്കാം. എന്റെ പേടി ഇപ്പൊ അതല്ല. നമ്മൾ ഈ സംസാരിക്കുന്നത് ഗായത്രിയുടെ ആത്മാവ് കേൾക്കുന്നുണ്ടാവോ? എടാ, അങ്ങനെ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങിയ അതിനെ നമുക്ക് നേരെ ഉണ്ടാവൂ. ഈ പ്രഭാവതിയെ ലോകത്തൊരു ശക്തിക്കും ഭയപ്പെടുത്താൻ കഴിയില്ല. പ്രതാപ, എല്ലാത്തിനും മുമ്പ് നമുക്ക് ഉറപ്പ് വരുത്തണം അവൾക്കും ഗായത്രിക്കും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന്. അത് ഉറപ്പായിച്ചി, ഒന്നും സംശയിക്കാനില്ല. ഈ ഗായത്രിയും പാർവതിയും തമ്മിലുള്ള കണക്ഷൻ തകർക്കാൻ എന്താ ഇപ്പൊ ഒരു വഴി? അതിനാടാ പ്രതാപ ഞാൻ ഈ ആണ്ട് പൂജയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുന്നത്. നീ നോക്കിക്കോ, അന്ന് ഞാൻ എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരും. ആ ഗായത്രിയെ വിളിച്ചു വരുത്തി അവളെ ഞാൻ എന്നേക്കുമായി ബന്ധിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.